പി.വി. അൻവർ കോൺഗ്രസിലേക്ക് വരുന്നതിനെ യു.ഡി.എഫിലേക്ക് വരുന്നതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് വി.ഡി. സതീശനായിരുന്നു. വി.ഡി. സതീശൻ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു പറ്റില്ല എന്ന്. വി.ഡി. സതീശൻ യു.ഡി.എഫ് നേതാക്കളോടും പറഞ്ഞു പറ്റില്ല എന്ന്, ഒരു സഹകരണവും വേണ്ട എന്ന്. പി.വി. അൻവർ യു.ഡി.എഫിലേക്ക് വരാനുള്ള ശ്രമം നടത്തിയിരുന്നു. അദ്ദേഹം ഒരു മലയോര ജാഥ നടത്തി. ആ ജാഥയിൽ ഓരോ കേന്ദ്രങ്ങളിലും പങ്കെടുക്കുന്നത് യു.ഡി.എഫ് നേതാക്കളാണ് എന്ന് പ്രഖ്യാപിച്ചു. ജാഥയുടെ ഉദ്ഘാടനം തന്നെ വയനാട് DCC പ്രസിഡന്റായിരുന്നു. അങ്ങനെ വലിയ പ്രചാരണം നടത്തി യു.ഡി.എഫിനെയും കൂടി ചേർത്തുകൊണ്ട് മലയോരത്ത് ഒരു തരംഗമാകാം, ഇതൊക്കെയായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്നാൽ വി.ഡി. സതീശൻ പറഞ്ഞു പറ്റില്ല, ഒരു കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കരുത് എന്ന്. യു.ഡി.എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് നേതാക്കൾ സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നു. E.T. മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അതും തടഞ്ഞു വി.ഡി. സതീശൻ. എന്ന് വെച്ചാൽ വി.ഡി. സതീശനായിരുന്നു പി.വി. അൻവറിനെ തൃണമൂൽ കോൺഗ്രസിൽ എത്തിച്ചത് എന്ന് പറയാം. പക്ഷേ അവസാന ഘട്ടത്തിൽ വി.ഡി. സതീശനുമായി ഒരു ഡീലിലെത്തിയിരിക്കുന്നു പി.വി. അൻവർ, സഖ്യത്തിലെത്തിയിരിക്കുന്നു പി.വി. അൻവർ. അതിന്റെ ഭാഗമായിട്ടാണ് ആരോപണം പിൻവലിച്ചത്. ഒരേ ഒരു ആരോപണം മാത്രമേ പിൻവലിക്കുന്നുള്ളൂ എന്നും ബാക്കിയെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നും അതൊക്കെ രാഷ്ട്രീയമാണ് എന്നുമാണ് പി.വി. അൻവർ പറഞ്ഞത്. എന്ന് വെച്ചാൽ വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച ആരോപണം പിൻവലിക്കുന്നു, മറ്റൊന്നും പിൻവലിക്കുന്നില്ല. മറ്റെല്ലാം അന്നത്തെ രാഷ്ട്രീയത്തിന്റെ ഒരു സ്ഥിതി അനുസരിച്ച് പറഞ്ഞതാണ് എന്ന് പറയുന്നു. മാപ്പ് തരണം എന്നാണ് പറഞ്ഞത്. വി.ഡി. സതീശനോട് മാപ്പ് പറയണം എന്ന് വി.ഡി. സതീശൻ വിഭാഗം മുന്നോട്ട് വെച്ച കാര്യവും അത് തന്നെയായിരുന്നു. പരസ്യമായി മാപ്പ് പറയണം എന്നായിരുന്നു. അങ്ങനെ പരസ്യമായി മാപ്പ് പറഞ്ഞ് വി.ഡി. സതീശനുമായി ഡീൽ ഉറപ്പിച്ചു പി.വി. അൻവർ. എന്തായിരുന്നു ഡീൽ? നിലമ്പൂരിൽ മത്സരിക്കാനില്ല. മത്സരിച്ചാൽ എന്ത് സംഭവിക്കും? ഉറപ്പായും യു.ഡി.എഫ് സ്ഥാനാർത്ഥി തോൽക്കും, യു.ഡി.എഫിന്റെ വോട്ടുകൾ ഭിന്നിക്കും. അപ്പോൾ യു.ഡി.എഫിന് ഒരിക്കലും അവിടെ ജയിക്കാൻ കഴിയില്ല, പി.വി. അൻവറിന് ജയിക്കാൻ കഴിയില്ല. LDF ജയിച്ചു വരികയും ചെയ്യും. അത് കോൺഗ്രസിനും യു.ഡി.എഫിനും വലിയ തിരിച്ചടിയാകും. MLA സ്ഥാനം രാജിവെക്കാതിരിക്കാനും കഴിയില്ല. കാരണം അദ്ദേഹത്തിന് ലഭിച്ച ഓഫർ വളരെ വളരെ വലുതാണ്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ പിന്നീട് വരുന്നുമുണ്ട്. ആ ഓഫർ സ്വീകരിക്കണമെങ്കിൽ രാജിവെക്കണം, തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കോർഡിനേറ്ററായി മാറണം. ഇതാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം രാജിവെക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ MLA സ്ഥാനം രാജിവെച്ചാൽ വീണ്ടും മത്സരിക്കാനോ പാടില്ല. മത്സരിച്ചാൽ യു.ഡി.എഫ് തോക്കും എന്ന കാര്യം സംശയമേ ഇല്ല. അതുകൊണ്ട് അതും പാടില്ല. അങ്ങനെ വരുമ്പോൾ ആര് സ്ഥാനാർത്ഥിയാകണം? വി ജോയിയുടെ പേര് പറയണം. അതായിരുന്നു വി.ഡി. സതീശൻ പി.വി. അൻവറിനോട് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് വി ജോയിയുടെ പേര് പറഞ്ഞു? വി ജോയിയുടെ പേര് പറയുകയും വി ജോയി ആണെങ്കിൽ പിന്തുണക്കും. ആ മണ്ഡലത്തിൽ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് എന്ന് വെച്ചാൽ പി.വി. അൻവറിന് അല്പസ്വല്പം സ്വാധീനമൊക്കെ ഉണ്ട്. ആ വോട്ടുകൾ യു.ഡി.എഫിന് ലഭിക്കണം. അങ്ങനെ പി.വി. അൻവറിന്റെ പിന്തുണ അത്യാവശ്യമാണ് അവിടെ ജയിക്കാൻ. അങ്ങനെ പി.വി. അൻവറിന്റെ പിന്തുണ ലഭിക്കണമെങ്കിൽ വി ജോയ് സ്ഥാനാർത്ഥിയാകണം എന്നാണ് പി.വി. അൻവർ തന്നെ പറഞ്ഞത്. അത് പറയിപ്പിച്ചത് വി.ഡി. സതീശനാണ് എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. വി.ഡി. സതീശന് വി ജോയിയെ ജയിപ്പിച്ച് സഭയിലെത്തിച്ചാൽ വി.ഡി. സതീശൻ പറയുന്ന ഒരാൾ വീണ്ടും MLA ആയി. അതുമാത്രമല്ല, അടുത്ത തവണ എങ്ങാനും ജയിച്ചു പോയാൽ എന്തിന് ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരാളെ കൊണ്ടുവന്ന് തനിക്കെതിരെ പറയിപ്പിക്കണം? MLA-മാരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എതിരെ പറയുന്ന ഒരു ശത്രുവിനെ എന്തിന് സഭയിലെത്തിക്കണം എന്ന ചോദ്യം സ്വാഭാവികമായും വി.ഡി. സതീശന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വി.ഡി. സതീശൻ വി ജോയിയുടെ പേര് പറയാൻ പി.വി. അൻവറിനോട് പറഞ്ഞത്. ആര്യാടൻ ഷൗക്കത്ത് പക്ഷേ മിണ്ടാതിരിക്കില്ല. ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ്സുകാരനാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ്. കോൺഗ്രസിന്റെ സമുന്നത നേതാവായിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹത്തിന്റെ മകനാണ്. അദ്ദേഹം ഒരിക്കലും വി.ഡി. സതീശനെ പിന്തുണയ്ക്കില്ല, വി.ഡി. സതീശനോടൊപ്പം നിൽക്കുകയുമില്ല. അതുകൊണ്ട് ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് സഭയിലേക്ക് വരരുത്, ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് പോലും നൽകേണ്ടതില്ല എന്ന പൊതുനിലപാട് വി.ഡി. സതീശനുണ്ട്. വി.ഡി. സതീശൻ വിഭാഗത്തിനുമുണ്ട്, പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾക്കുമുണ്ട്. അതെല്ലാം കണക്കെടുത്തുകൊണ്ടാണ് കഴിഞ്ഞ തവണ ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകാതിരിക്കുകയും ചെയ്തത്. എന്നാൽ ഇത്തവണ ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുക്കുകയും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തനം സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് 60,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ യു.ഡി.എഫിന് ജയിക്കാൻ കഴിയും. അതിനേക്കാളുമേറെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് ഉറപ്പായും യു.ഡി.എഫിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കാലാവസ്ഥയുണ്ട്. ഞങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്തിരുന്നു പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഉറപ്പായും ഈ മണ്ഡലത്തിലെ പ്രവർത്തന പരിചയവും കൂടി കണക്കിലെടുത്തുകൊണ്ട് ജയിച്ചു വരാൻ കഴിയും എന്ന് പറയുകയാണ് ആര്യാടൻ ഷൗക്കത്ത് ചെയ്തത്. എന്നാൽ സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യത്തിന് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു ആര്യാടൻ ഷൗക്കത്ത്. ആര്യാടൻ ഷൗക്കത്തിനെ ആര് പിന്തുണക്കും KPCC-യിൽ? ഈ ചോദ്യം വരുന്നുണ്ട്. വി.ഡി. സതീശൻ പൂർണ്ണമായും
ആര്യാടൻ ഷൗക്കത്തിന് എതിരായിരിക്കും, വി ഡി സതീശൻ വി ജോയിയോടൊപ്പമായിരിക്കും. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം ആര് നിൽക്കും? ആ ചോദ്യമാണ് ഉയരുന്നത്. കെ സുധാകരൻ നിൽക്കുമോ? രമേശ് ചെന്നിത്തല നിൽക്കുമോ? എ ഗ്രൂപ്പ് സജീവമായി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി രംഗത്തിറങ്ങുമോ? ഈ ചോദ്യം അവശേഷിക്കുന്നുണ്ട്. എ ഗ്രൂപ്പ് സ്വാഭാവികമായും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു സംഘടനം, പഴയ എ ഗ്രൂപ്പും പഴയ ഐ ഗ്രൂപ്പും തമ്മിലുള്ള ഒരു സംഘടനം അവിടെ സ്വാഭാവികമായും രൂപപ്പെട്ടു വരും. അത് UDF-ന് കോൺഗ്രസിന് വലിയ തലവേദനയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് PV അൻവർ പൊട്ടിച്ച വെടി കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, VD സതീശനോടൊപ്പം ചേർന്ന് PV അൻവർ കളിച്ച കളി അത് എവിടെ ചെന്ന് എത്തും എന്ന ഒരു എത്തും പിടിയും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ല. അവർ തന്നെ ആശങ്കയിലാണ്, ആശയക്കുഴപ്പത്തിലാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ വി ജോയിയുടെ പേര് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പേര് പ്രഖ്യാപിച്ചതിന് പിറകിൽ VD സതീശനാണ് എന്ന് തിരുവനന്തപുരത്ത് പൊതുവെ ചർച്ച വരികയും ചെയ്തു. അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഘട്ടത്തിൽ ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നിഷേധിച്ചാൽ അദ്ദേഹം എന്ത് ചെയ്യും? അദ്ദേഹം കോൺഗ്രസ് തന്നെ വിട്ട് പുറത്തേക്ക് പോകുമോ? ഈ ചോദ്യമൊക്കെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, PV അൻവർ പൊട്ടിച്ച വെടി അതിന് പിറകിൽ VD സതീശനാണ്. അതിന് VD സതീശൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ കോൺഗ്രസിന്റെ കാരണങ്ങളായി മാറുമോ എന്നാണ് അറിയാനുള്ളത്. വരും ദിവസങ്ങളിൽ അതിന്റെ ചിത്രവും വ്യക്തമാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട.